കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒഡീഷയിലെ കിയോൻജർ ജില്ലയിൽ നിന്ന് ജിതു മുണ്ട എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വാർത്തയായിരുന്നു. ഏപ്രിൽ 27 മീഡിയകൾ അത് സംപ്രേഷണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സഹോദരി കാക്രാമുണ്ട മരണപ്പെടുകയുണ്ടായി. കാക്രാമുണ്ട മരണപ്പെട്ടപ്പോൾ കാക്രാമുണ്ടയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷിൻ്റെ നോമിനി അടക്കമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. കാക്രാമുണ്ട നോമിനേറ്റ് ചെയ്ത ആളൊക്കെ മരണപ്പെട്ടു പോയി. ഈ കാക്രാമുണ്ടയുടെ സഹോദരൻ ജിതു മാത്രമേ ഇപ്പോൾ ഈ ഭൂമിയിൽ ആ തുകയുടെ അവകാശിയായി ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അതിദരിദ്രനായ, നമ്മളെ കേരളത്തിലല്ലേ ഇപ്പോൾ അതിദരിദ്രരില്ലാത്തുള്ളൂ, അതിദരിദ്രനായ ഈ മനുഷ്യൻ ഈ ബാങ്കിൽ പലതവണ പോയി. പലതവണ ചെല്ലുമ്പോൾ അയാളെ കണ്ടാൽ തന്നെ അറിയാം അത്രയും നിരക്ഷരനും അത്രയും നിർധനനുമായിട്ടുള്ളൊരു പാവം മനുഷ്യനാണ്. ഈ ബാങ്കിലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റിലും സീറ്റിലും ഇരിക്കുന്ന വ്യക്തികളുടെ ഭാഷയൊന്നും അയാൾക്ക് അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ആവശ്യമുള്ള രേഖകളൊക്കെ ആയിട്ട് വരിങ്ങൾ ഇത് അങ്ങനെ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രേഖ തേടി അയാൾ കുറേ നടന്നു. അവസാനം അയാൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറേ നടന്നു. അവിടെ ചെല്ലുമ്പോഴും ഇന്ന് സാറില്ല, നിങ്ങൾ നാളെ വരി, പിന്നെ അയാളൊന്നും മാറി നിൽക്കാൻ പറയും. ഇങ്ങനെ ഓഫീസുകൾ തണ്ടിത്തിരിഞ്ഞ് അവസാനം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20,000 റുപ്യേൻ്റെ ഉള്ളിലുള്ള എമൗണ്ടാണ് ഈ അക്കൗണ്ടിലുള്ളത്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഴിമാടം അതങ്ങോട്ട് മാന്തിയിട്ട് നേരെ എന്ത് ചെയ്തു, ആ എല്ലും കൊണ്ട് ആ ബോഡിയിൽ ബാക്കിയുള്ള ശരീരഭാഗം ഉണ്ടല്ലോ അതും ചുമന്നിട്ട് അയാൾ ബാങ്കിലേക്കാണ് വന്നു തെളിവ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സീറ്റിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടായി. ഓര് വേഗം ചാടി എണീറ്റു. അവരിതിൽ വലിയ ഇടപെടലുകളൊക്കെ നടത്തി ആ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത്. ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ അവഗണിച്ച് തള്ളുക, അവരെ പരിഗണിക്കാതിരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരു രീതി പല സ്ഥലത്തും നമ്മൾ കാണും. ഇപ്പോൾ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ശരിക്കും മനസ്സിലാവും. എങ്ങനെ റോഡിൻ്റെ കുഴികൾ കാണുമ്പോൾ, റോഡിൻ്റെ സൈഡിലുള്ള പാലത്തിൻ്റെ കൈവരി തകർന്ന് കിടക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോഴൊന്നും അതിൻ്റെ അപകടത്തെക്കുറിച്ച് ചിന്തിക്കൂല, അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ അവിടെ ഒരാൾ വീണു, അല്ലെങ്കിൽ പാലത്തിൻ്റെ കൈവരിയിലൂടെ ഒരാൾ താഴെ പുഴയിൽ വീണു മരിച്ചു, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ നായശല്യം വലിയ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണ ഉണ്ട്. പക്ഷേ നായ കടിച്ചൊരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നായ കടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം വലിയ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായി. അതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ, ഒരാൾക്ക് അപകടം ഉണ്ടായില്ലേ. അതെ. അപ്പോൾ ഇതിലിപ്പോൾ ലീഗൽ സർട്ടിഫിക്കറ്റ്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട, അത് കൊടുക്കേണ്ട ആളുകളത് കൊടുത്തില്ല. അവസാനം ഈ ജിതു മുണ്ടേ വന്ന് ഇത് കാണിച്ചു കൊടുത്തു. അയാൾ നിഷ്കളങ്കം, അയാൾ പ്രതിഷേധിക്കാൻ വന്നൊന്നുമല്ല, അയാൾക്ക് പൈസ കിട്ടണം, അയാൾക്ക് ജീവിതത്തിൽ വലിയ ആവശ്യങ്ങളുണ്ട്. അതോടുകൂടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു, വാർത്ത വൈറലായി, ലോകാടിസ്ഥാനത്തിൽ വാർത്ത എത്തി. അപ്പോൾ നമ്മളിപ്പോൾ അബ്ദുറഹ്മാനോട് പറഞ്ഞ പോലെ തന്നെ വിവിധ സീറ്റുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ടാകും. ഇസ്ലാം ഇതിനൊക്കെ കാണുന്നത് അമാനത്തുകളായിട്ടാണ്. ആ അമാനത്തുകൾ കുല്ലുക്കും റാഇൻ മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിരിക്കുന്ന ഇടത്തിലിരുന്നു കൊണ്ട് ദൗത്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടവരെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. വില്ലേജ് ഓഫീസറാണെങ്കിൽ വില്ലേജ് ഓഫീസർ നിർവഹിക്കേണ്ട ഫയലുകൾ കൃത്യമായി അതിന് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചവൻ ചോദിക്കും. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും വാപ്പയാണെങ്കിലും മഹല്ല് സെക്രട്ടറി ആണെങ്കിലും ഒരു പാർക്കിൽ ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ഒരു ടാക്സി ഡ്രൈവറാണെങ്കിലും ഒരു ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഒക്കെ ആരാണെങ്കിലും അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആളുകൾ അക്ഷരത്തിൽ കാര്യങ്ങൾ എടുക്കുന്നവരും ആശയത്തിൽ കാര്യങ്ങൾ എടുക്കുന്നവരും ഉണ്ടാവും. അക്ഷരത്തിൽ കാര്യങ്ങൾ എടുക്കുക കാരണം എന്താണ്, പേപ്പർ കൊണ്ടുവരും, ഞാൻ പറഞ്ഞിരുന്നല്ലോ, പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ. എന്ത് പേപ്പർ, ഏത് പേപ്പർ, ആ പേപ്പർ എങ്ങനെ കിട്ടുക, ഇയാൾക്കത് മനസ്സിലായിട്ടുണ്ട്, അതൊന്നും വിഷയമല്ല. 4, 5, 6 തവണ
നടത്തും ഓഫീസിക്ക്. എനിക്കൊരു പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട്, റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലൊന്നും ഭയങ്കര ബേജാറും ആവേശവും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാപ്പ ഇതിനു വേണ്ടി 5-6 തവണ പോയി. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പം വാപ്പാനെ കൂട്ടിയിട്ട് പോയി. വാപ്പ അസുഖമൊക്കെ മാറി, വാപ്പ വലിയ അസുഖം വന്നിരുന്നു, ഒക്കെ മാറിയ സമയമാണ്. ചെന്നപ്പോൾ അത്തവണ ചെന്നപ്പോഴും ഇയാൾ മുഖത്തു കൂടി നോക്കണില്ല ഈ ഉദ്യോഗസ്ഥന്. അത് കളയാണെന്ന് പറഞ്ഞു എന്തോ അയാൾ. അപ്പോൾ എന്ത് സാറെന്ന് വെച്ചാൽ ഞാൻ മുന്നിൽ എന്ത് സാറെന്ന് വെച്ചാൽ നിങ്ങളെന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങളും ഞാനൊക്കെ ₹1 ചിലവില്ലാതെ സർക്കാർ സർവീസ് കയറിയതാണ്. ഇങ്ങനെയല്ല ആളുകളോട് പറയേണ്ടത്. അയാൾ എല്ലാ നിലക്കും പരിഗണനാർഹനാണ് എൻ്റെ ഉപ്പ. അയാൾ 60 കഴിഞ്ഞ ആളാണ്. പോരാത്തതിന് പിന്നെ ക്യാൻസർ പേഷ്യൻ്റാണ്, അസുഖം ജസ്റ്റ് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾ സാറിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യന്മാർക്കൊന്നും ഇവിടെ ഇല്ലാത്ത, ഈ ഓഫീസിൽ ഇല്ലാത്തൊരു സീറ്റ് എനിക്ക് ആവശ്യമില്ലായിരുന്നു. അതെനിക്ക് ആവശ്യമില്ല. പെട്ടെന്ന് അയാൾ ആക്കി. അപ്പോൾ ഒന്നുമില്ല, ഒരു സ്ലിപ്പിലൊന്ന് എഴുതി കൊടുത്താൽ മതി, ഈ സീറ്റിലിരിക്കുന്ന ആളൊരു സ്ലിപ്പിൽ ഇന്ന സാധനങ്ങളൊക്കെയാണ് വേണ്ടത്, ഇത് നിങ്ങൾ എന്നോടത്ത് പോയാൽ കിട്ടും. ഇത് വ്യക്തമായി പറയില്ല. ചില ആൾക്കാർ പറയാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് അതിൻ്റെ എന്താ പറയുക പിന്നെ ഡീറ്റെയിലായി അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറയും. കുറേ ഇംഗ്ലീഷ് വേർഡുകളും ഘടിപ്പിച്ചിട്ട് ഇവിടെ പറയണ രീതിയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇനി നമ്മളെ മുന്നിലേക്ക് ഏതെങ്കിലും മനുഷ്യൻ്റെ ഡെഡ് ബോഡിയും കൊണ്ട് ആൾക്കാർ വരുന്ന മെത്തേഡൊന്നുമല്ല, രീതിയൊന്നുമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ, സീറ്റിലിരിക്കണവർ ഒക്കെ എല്ലാ അർത്ഥത്തിലും, ഇപ്പം ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലുള്ളവർ ഈ ഒരു നിലപാടിക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ടെക്നിക്കലായിട്ട് സാങ്കേതികമായി കാര്യങ്ങൾ സംസാരിച്ച് പോവല്ല വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നമ്മൾ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്, ഞാനത് നിർവഹിക്കേണ്ട, അയാളെ സേവിക്കേണ്ടവനാണ് എന്നൊരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ നമ്മൾ സർക്കാർ സർവീസിൽ നിന്നൊരാൾ വിരമിക്കുമ്പോൾ അയാൾക്ക് സർക്കാർ ശമ്പളം കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ മറ്റേ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ PF സർക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, അതിനുള്ള നേട്ടങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അയാളൊരു ജോലിക്കാരനാണ്. പക്ഷേ എങ്കിലും അതിനെ എന്താണ് അവസാനം വിശേഷിപ്പിക്കാറുള്ളത്? സേവനത്തിന് നന്ദി എന്നാണ് പറയാറുള്ളത്. സേവനമാണ്. അപ്പോൾ ജനങ്ങൾ നമ്മൾ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ജോലിക്കാരൻ മാത്രമല്ല ആവുന്നത്, സേവകൻ കൂടിയാണ്. സേവനമാണ് എന്ന് കണ്ട്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണെന്ന് കണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. ഇപ്പോൾ ഭരണകർത്താക്കളായ ആളുകൾ ഇപ്പോൾ ഭരണം കിട്ടാനും നേതൃത്വം കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും അങ്ങനെ ഉത്തരവാദിത്തത്തിൽ എത്തിപ്പെടും. അത് ആവശ്യമാണ്. ഒരു നിലക്ക് നോക്കുമ്പോൾ അത് ആവശ്യമാണ്. അങ്ങനെ ആ രംഗങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ് പിന്നീട് അതിനെ അലസമായി കണ്ട് ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തി പിന്നെ കാര്യങ്ങൾ നിർവഹിക്കാതെ പോയാൽ അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അത് ഏത് മേഖലയിലാണെങ്കിലും, അത് രാഷ്ട്രീയത്തിലെ നേതൃത്വമാണെങ്കിലും ഇനി എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ഒരു അവകാശത്തെ തടഞ്ഞാൽ അത് വലിയ കുറ്റമാണ്, പാപമാണ് എന്നതുകൂടിയുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഈ നിയമങ്ങൾ എല്ലാം നോക്കിയാൽ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 100 നിയമങ്ങളുണ്ടാവും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിയമങ്ങളായിരിക്കും. പക്ഷേ ഓരോ നിയമങ്ങൾക്കും ഇവരോരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ നിയമപരമായ ലൂപ്പ് ഹോളുകളും അതിനൊക്കെ ഉണ്ട്. ഒരു വിധവക്ക് അവരുടെ വിധവാ പെൻഷൻ അത് അവർക്കൊരു വലിയ സംഗതിയാണ്. ഒരു 2000 രൂപ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് അതൊരു ഭയങ്കര സംഖ്യയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റിലിരുന്ന് നിയമങ്ങൾ വയലേറ്റ് ചെയ്യാതെ എങ്ങനെ ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതാണ് പ്രധാനം. ഒരു അധ്യാപകന് അയാളോ അപ്പോൾ വലിയ രോഗിക്കായി അയാൾക്ക് ട്രാൻസ്ഫർ വേണം. അപ്പോൾ മന്ത്രിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നമ്മളെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഈ പേപ്പർ ഇങ്ങനെ നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്താ കൊടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് ഇതിൻ്റെ മുമ്പ് ഇത് കൊടുക്കേണ്ട ആൾക്കാരുണ്ട് പറഞ്ഞു. ഓർക്കൊക്കെ കൊടുത്തിട്ട് ഇതാണ് കൊടുത്തുള്ളതെന്ന് പറഞ്ഞു മൂപ്പര്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലൊരു ഭാഗം മൂപ്പര് റൗണ്ട് ചെയ്തു. ഇതാണ് കാരണം, ഇത് മന്ത്രി ഇടുന്ന സ്പെഷ്യൽ ഓർഡറാണ് കൊടുത്തുള്ളായിരുന്നു. അതെന്നൊക്കെ പറഞ്ഞാൽ ഗഡ്സുള്ള വർത്താനാണ് അതൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 3-4 വളരെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടി ജോലി എന്ത് ചെയ്തു, ശരിയായി, പെട്ടെന്ന് ശരിയായി. കമ്പാഷനേറ്റീവ് ഗ്രൗണ്ടിലുള്ളൊരു ഇതായിരുന്നു, ഒരു ട്രാൻസ്ഫർ ആയിരുന്നു.
അപ്പം ഇങ്ങനെ ഇച്ഛാശക്തിയോടുകൂടെ ആളുകൾ നിർവഹിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ നന്നായി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പറയുന്നത് നിയമം വയലേറ്റ് ചെയ്യണമെന്നൊന്നുമല്ല, പക്ഷേ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ മാക്സിമം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ വളരെ അടുത്ത സുഹൃത്ത് ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ മാലിക്, ഇവിടെ പേര് മെൻഷൻ ചെയ്ത് പോകുന്നത് എനിക്ക് തോന്നുന്നു. ഡോക്ടർ അബ്ദുൽ മാലിക് തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം കണ്ണ് രോഗവിദഗ്ധനാണ്. അപ്പം മൂപ്പർക്ക് വേറെ അസിസ്റ്റൻ്റോ പരിപാടിയൊന്നുമില്ല. മൂപ്പർ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചിട്ടാണ്. മൂപ്പർ ശമ്പളം കൊടുത്തിട്ട് ആളെ വെച്ചതായിരുന്നു ഒരു ദീർഘകാലം. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊന്നും സൗകര്യങ്ങളില്ല. ഒരു ചെന്നാൽ നീണ്ട ക്യൂ നിന്ന് ഇടങ്ങാറായി. അവിടെ ഉള്ളൊരു ഉദ്യോഗസ്ഥന് ചെറിയൊരു അന്തണ്ടായാൽ മതി, അവിടെ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ മതി. അതിലേക്കൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ആളുകൾ പോകൂല. ആളുകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ഇടപെടൽ നടത്തി, പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം കൂടിയാണ് ഭരണാധികാരികളോടുള്ള, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുള്ള. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി പ്രയാസപ്പെടുത്തലി എന്നത് എല്ലാ ഭരണാധികാരികളോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുമുള്ള ആ ഒരു നിർദ്ദേശമാണ്. അങ്ങനെ എളുപ്പമാക്കുക, പ്രയാസപ്പെടുത്തണ്ട. ഇത് കോംപ്ലിക്കേഷനുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കാതെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ തന്നെ അത് കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.